വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇറാനിൽ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. 200ഓളം യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ 300ലധികം അതിശക്തമായ ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ച് 15ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും ഏത് നിമിഷവും ആക്രമണം നടക്കുമെന്നും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. 4-5 ആവർത്തികളായി നിരവധി യുദ്ധവിമാനങ്ങളാണ് ഇറാനിൽ ബോംബ് മഴ പെയ്യിച്ചത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നോക്കുകുട്ടികളാവുകയായിരുന്നു എന്ന് വേണം പറയാൻ. ആക്രമണത്തിൽ ഇറാന്റെ ന്യൂക്ലിയർ സംവിധാനം തകർത്തതായും നിരവധി മിലിറ്ററി ബേസുകൾ തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു. കൂടാതെ ഇറാന്റെ മിലിറ്ററി തലവന്മാരും ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാൻ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്രയും വലിയൊരു ആക്രമണം തീരെ പ്രതീക്ഷ കാണില്ല. മുമ്പേ റെക്കോർഡ് ചെയ്തു വെച്ച ഒരു വീഡിയോയിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ ആക്രമണം ലക്ഷ്യം വെച്ചത് ഇറാന്റെ ആണവ പദ്ധതികൾ തന്നെയാണ്. അതിന്റെ വേരോടെ ഇല്ലാതാക്കാനും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറികൾ ഇല്ലാതാക്കാനുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുകയില്ലെന്നും ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ഭീഷണി അവസാനിച്ചു എന്ന് ഉറപ്പാകും വരെ അത് തുടരുമെന്നുമാണ്. അതായത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും ഇസ്രായേലിന്റെ ഈ ആക്രമണം എന്ന് സാരം. അതേസമയം അമേരിക്ക പതിവ് പോലെ കൈമലർത്തുകയാണ്. ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കില്ലെന്നും ഇസ്രായേൽ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിലൂടെയാണ് ഇറാനെതിരെ ആക്രമണം നടത്തിയതെന്നുമാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ലോകത്തിന് മുഴുവൻ അറിയാം, അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഒരിക്കലും ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയില്ല എന്ന്. ഇസ്രായേൽ മിലിറ്ററി ടൈംസ് ഓഫ് ഇസ്രായേലിൽ പറഞ്ഞത്, നാഷൻ ഓഫ് ലയൺസ് എന്ന പേരിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അതിശക്തമായൊരു വ്യോമാക്രമണം തന്നെ ഇസ്രായേൽ നടത്തിയെന്നാണ്. ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സാമിർ പറഞ്ഞത്, ഇസ്രായേലിന് ഇനിയൊരു നിമിഷം കാത്തിരിക്കാനാവില്ലെന്നും ഇറാന്റെ ആണവ പദ്ധതി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവാത്ത വിധം അതിനെ നാം തകർത്തിരിക്കുന്നു എന്നുമാണ്. പേര് വെളിപ്പെടുത്താത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, 5 ആവർത്തികളായാണ് ഇസ്രായേൽ 100ഓളം ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ്. അതിൽ ഇറാന്റെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ നെതാൻസും തെബ്രീസിലെ ഒരു ആണവ ഗവേഷണ കേന്ദ്രവും ഉൾപ്പെടുന്നു എന്നാണ്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്, ധാരാളം സിവിലിയന്മാർ കൊല്ലപ്പെടുകയും ധാരാളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുമാണ്. മരിച്ചവരിൽ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. മരിച്ചവരിൽ പ്രധാനികൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി, ഇറാൻ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഗേരി, ആണവ ശാസ്ത്രജ്ഞന്മാരായ മുഹമ്മദ് മെഹ്ദി തെഹ്റാൻഷി, ഫറൈദൂൺ അബ്ബാസി എന്നിവർ ഉൾപ്പെടുന്നു. ഇറാൻ തറപ്പിച്ചു പറയുന്നത്, ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്കയുടെ ഏകോപനവും അംഗീകാരവും ഇല്ലാതെ ഒരിക്കലും സാധ്യമാവുകയില്ല എന്നാണ്. അതിനാൽ ഇറാന്റെ തിരിച്ചടിയിൽ അമേരിക്ക ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശത്രുപക്ഷം തന്നെയായിരിക്കുമെന്നാണ്. തിരിച്ചടിക്കാൻ നിയമാനുസൃതമായ എല്ലാ അവകാശങ്ങളും ഇറാനുണ്ടെന്നാണ് ആയത്തുള്ള അലി ഖാമിനെയി ഉറപ്പിച്ചു പറയുന്നത്. ഇസ്രായേൽ ആക്രമണം നടത്തിയ ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങൾ 1 തബ്രീസ്, 2 തെഹ്റാൻ, 3 കർമൻഷാ, 4 നെതാൻസ്, 5 അരാഖ്, 6 ഇലാം, 7 ഇസ്ഫഹാൻ, 8 അഹ്യാസ് എന്നിവിടങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയുടെ ന്യൂക്ലിയർ വാച്ച് ഡോഗ്സ് ഉറപ്പിച്ചു പറയുന്നത്, ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആണവ വികിരണത്തിന്റെ തോത് എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഇറാനിയൻ അധികാരികളുമായി തങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖുമൈനി പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തോട് സയനിസ്റ്റ് ഭരണകൂടം തന്തയില്ലാത്തരം കാണിച്ചിരിക്കുന്നു എന്നാണ്. അതിലൂടെ അവർ തുറന്നു കാട്ടുന്നത് അവരുടെ പൈശാചിക രൂപത്തെയാണ്. മാത്രമല്ല, മുമ്പത്തേക്കാൾ കൂടുതൽ സിവിലിയൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആക്രമണത്തിന് അനന്തരഫലം അനുഭവിക്കാൻ സയനിസ്റ്റ് ഭരണകൂടം ഒരുങ്ങിയിരുന്നു കൊള്ളുക എന്നാണ്. തിരിച്ചടി അതിഭയാനകവും അസഹ്യവുമായിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ടെലിവിഷനിലൂടെ പറഞ്ഞത്, ഇറാന്റെ ഹൃദയത്തെയാണ് ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ്. ഇറാന്റെ ആണവായുധ പദ്ധതിയെയാണ് ഞങ്ങൾ തകർത്ത് കളഞ്ഞത് എന്നാണ്. ഞങ്ങൾ തകർത്തത് നെതാൻസിലെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തെയാണ്. ഞങ്ങൾ കൊന്നുകളഞ്ഞത് ഇറാന്റെ മുൻനിര ആണവ ശാസ്ത്രജ്ഞരെയാണ്. മാത്രമല്ല, ഞങ്ങൾ തകർത്തത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെയാണ്. കഴിഞ്ഞ വർഷം ഇറാൻ 300 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. ഓരോ മിസൈലുകളും ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്നവ.
അത് നൂറുകണക്കിന് ജനങ്ങളുടെ ജീവനു നേരെയുള്ള വെല്ലുവിളിയായിരുന്നുവെങ്കിൽ ഇന്ന് പെട്ടെന്ന് തന്നെ ആ മിസൈലുകളെ ന്യൂക്ലിയർ പോർമുലകളാക്കാനും ഇറാന് സാധിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് നൂറുകണക്കിന് ജീവനുകളെയല്ല ഭീതിയിലാക്കുക, ലക്ഷക്കണക്കിന് ആളുകളെയായിരിക്കും അത് ഇല്ലാതാക്കുകയും ഭീതിയിലാക്കുകയും ചെയ്യുക. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാനിൽ നിന്നും നൂറുകണക്കിന് ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഇറാൻ അയച്ചെങ്കിലും അവക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നതിന് യാതൊരു വ്യക്തതയുമില്ല. ഇസ്രായേലിലേക്ക് ഇനിയും ആയിരക്കണക്കിന് ഡ്രോണുകൾ അയച്ചാലും അതിനെ ഇസ്രായേൽ തകർത്തുകളയും. ഇസ്രായേലിൽ വല്ല നാശനഷ്ടങ്ങളും വരുത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഇസ്രായേലിന്റെ അതേ രീതിയിൽ യുദ്ധവിമാനങ്ങളും ശക്തമായ ബോംബുകളും തന്നെ ഉപയോഗിക്കണം. അങ്ങനെ തിരിച്ചടിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാം വെറും പാശ്രമം മാത്രമായിരിക്കും.